ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുള്ളവർ എല്ലാവരും സുഖന്നല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഇതിപ്പോൾ മെത്തൻ്റെ സർബത്ത് എന്നും പറയുന്ന മെത്തൻ്റെ ജ്യൂസ് എന്നും പറയാം, അല്ല മെത്ത കൊച്ചി ഇട്ടതെന്നും പറയാം. ഞങ്ങൾ ഇവിടെ മെത്ത കൊച്ചി ഇട്ടിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നോക്കാം. ഇത് ഭയങ്കര സിമ്പിള്. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് ഞാനിതാ പച്ചരി മെത്ത ഓൾറെഡി നനച്ചിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ ഇതാ മെത്തയും പച്ചരി നനച്ചിട്ട് വെച്ചത് തന്നെ ഞാൻ രണ്ടും അതിനതാ മിക്സിയിലേക്ക് ഇട്ടുകൊണ്ടുണ്ടോ ഞാൻ. ഈ മെത്തയും പച്ചരി നമ്മൾ ഒന്ന് അടിച്ചിട്ടെടുക്കാം മിക്സിയിൽ. ഈ അടിച്ചിട്ടെടുത്ത് നല്ല പേസ്റ്റ് പോലെ ആയതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ബെരകണം നല്ലോണം. അപ്പോൾ ബെരകുമ്പോഴേക്ക് ഷുഗർ ഒന്നും ആഡാക്കണം എന്നിട്ടില്ല. അങ്ങനെ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് പെരക്കിയിട്ടെടുക്കാം, നല്ലൊരു മണ്ണി പോലെ. ഇത് കയ്പ എന്തും ആകുന്നില്ല, നല്ല ടേസ്റ്റാണ് കുടിക്കുവാൻ. മെത്ത ഇട്ടതൊരു കയ്പാവും അങ്ങനത്തെ എന്തും ഇല്ല, അങ്ങനെ എന്തും ആകുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇത് പെരുകുമ്പോൾ കാലി ഉപ്പ് മാത്രം ഇടുന്ന, ഇതിലേക്ക് നമ്മൾ ഷുഗർ ചക്കര എന്തും ഇടാക്കുന്നില്ല. അങ്ങനെ പെരക്കിയിട്ട് മണ്ണിപ്പൊലാക്കണം. അപ്പോൾ ഇത് റെഡിയായിന്. ഇതിങ്ങനെ റെഡിയാകണം, നല്ല മണ്ണിപ്പലായിന്. ഇതിപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് എണ്ണ തൂത്തിട്ട് വെച്ച് അതിലേക്ക് നമുക്ക് ഈ ബെരകിയ മണ്ണി നമുക്ക് ബീത്തിട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെ ബീത്തണോ, ഇങ്ങനെ ആക്കണോ. ഇതിപ്പോൾ നമുക്ക് ഡ്രൈ ആവാൻ വെക്കണോ. ഇത് നമുക്ക് ചൂട് തണിഞ്ഞ പിന്നെ പുറത്തന്നെ വെക്കണം. എന്നിട്ട് ചൂട് തണിഞ്ഞ പിന്നെ നമുക്ക് ഫ്രിഡ്ജിലും വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ടല്ല എടുക്കാം. ഇപ്പം ഞാൻ ഒരു മിക്സി ജാറിലേക്ക് ഞാൻ തേങ്ങ ഇട്ടുകൊണ്ടുണ്ട്. പാതി കടി തേങ്ങ എടുത്തിന് ഞാൻ. അത് കഴിഞ്ഞത് ഞാൻ നമ്മൾ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ ചക്കര ഉണ്ട്, അത് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് നമുക്ക് പീടികയിൽ നിന്ന് കിട്ടുന്ന ബെല്ലം ഉണ്ടല്ലേ അതും ഇടാം. എന്നിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടെടുക്കുന്നു. അങ്ങനെ ഞാൻ മിക്സിയിൽ അടിച്ചാൽ പിന്നെ അതിന് നമുക്ക് അതിൻ്റെ അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാൻ 2 കുരി നല്ലോണം അരച്ചിട്ടെടുത്താൽ പിന്നെ ഇത് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നല്ല ക്ലിയറായിട്ട് അതിൻ്റെ ഒരു തരി പോലും ബാക്കിയില്ലാതെ ക്ലിയറായിട്ട് ഞാൻ അരച്ചിട്ടെടുത്ത്. ഇങ്ങനെ ഇരിക്കണം. നമുക്ക് തേങ്ങേൻ്റെ അതിൻ്റെ ഒരു തരി പോലും ബാക്കിയാവാൻ കഴിയില്ല. നല്ല ക്ലിയറായിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കണം. ചാനൽ തണ്ണിയും ബീത്തിട്ട് ഞാൻ അരച്ചിട്ടെടുക്കണം. അങ്ങനെ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് ഇതിപ്പോൾ ഇതിനെ നമുക്ക് പീസാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഡ്രൈ ആയിന്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും, അങ്ങനെ കോൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ മെത്ത കൊച്ചി ഇട്ടിട്ട് സർബത്താക്കിയിട്ട് റെഡിയായിന്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് കോൾഡ് ആക്കിയിട്ട് എടുക്കുന്നത്.
അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കോൾഡാക്കിയിട്ട് എടുത്ത് ഇത് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഒരു കയ്പ് എന്തോ ആകുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒരിക്കൽ ട്രൈ ആക്കിയിട്ട് നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കാക്കി, ഷെയർ ആക്കി, സബ്സ്ക്രൈബ് ആക്കി, കമൻറ്റ് ആക്കി. ബൈ.